നത്തോലി മീൻ വെച്ചിട്ടൊരു കിഡു ഐറ്റാണ് ഇന്ന് തയ്യാറാക്കിയെടുക്കുന്നത്. ഇതുപോലെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഒരു മാസത്തിന് ചോറിന് ഇത് മാത്രം മതിയാവും. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് എന്നിവ തേച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇത് ഞാനിവിടെ തയ്യാറാക്കിയെടുക്കുന്നത് ഈ ഒരു കോക്സ് അപ്ലയൻസസിന്റെ ഒറ്റ ബേണർ വരുന്ന ഈ ഒരു ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ടാണ് കേട്ടോ. ഞാൻ കുറച്ചായി ഇതുപോലെ ഒറ്റ ബേണർ വരുന്ന ഒരു ഗ്യാസ് സ്റ്റൗ തപ്പി നടക്കുന്നത്. അപ്പോഴാണ് കോക്സ് അപ്ലയൻസിന്റെ പേജിൽ ഇത് കണ്ടത് കേട്ടോ. 12 സൈസ് വരുന്ന അത്യാവശ്യം വലുപ്പത്തിലുള്ള ഗ്യാസ് സ്റ്റൗ ആണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. ഇതിന് 1699 രൂപയാണ് വരുന്നത്. 10 സൈസ് വരുന്നതിന് 1399 രൂപയും. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്തിട്ട് ഓർഡർ കൊടുക്കാവുന്നതാണ്. അപ്പോൾ നല്ല കിഡിലൻ ഗ്യാസ് സ്റ്റവ് ആണ് കേട്ടോ. അവരുടെ പേജും നമ്പറും ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ചട്ടി ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് കൊടുത്തിട്ട് നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം മസാല തേച്ച് വെച്ചിട്ടുള്ള മീനൊന്ന് പൊരിച്ചെടുക്കുകയാണ്. 2-3 ബാച്ചായിട്ട് ഇത് മുഴുവനായിട്ടും പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു എണ്ണയിലേക്ക് തന്നെ 1 ടേബിൾ സ്പൂൺ കടുക്, 1/4 കപ്പ് വെളുത്തുള്ളി, 1/4 കപ്പ് ഇഞ്ചി, ഒരു 8 പച്ചമുളക്, കുറച്ച് കറിവേപ്പില എന്നിവ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മൂപ്പിച്ച് ഇതിലേക്ക് മുളക് പൊടി 3 ടേബിൾ സ്പൂൺ, കാശ്മീരി മുളക് പൊടി 3 ടേബിൾ സ്പൂൺ, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ഉപ്പ് എന്നിവ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് പൊടികളുടെ പച്ചമണം മാറുമ്പോൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ബത്തലും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് 1 കപ്പ് വിനാഗിരി ചേർത്ത് 2 മിനിറ്റ് നന്നായിട്ട് ഇളക്കി ഒന്ന് തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക. നല്ല അടിപൊളി നത്തോലി അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ് ആണ്. നിങ്ങൾ എന്തായാലും മറക്കാതെ ഒരു തവണ ഉണ്ടാക്കി നോക്കണം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്.